അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം എന്നൊരു വാർത്ത വരുന്നു. തീവ്രവാദ ക്യാമ്പുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കി. പാക് താലിബാന്റെ 7 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. ഫൈസൽ ഹംസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ ഹംസ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. നേരത്തെ ബലൂചിസ്ഥാനിലടക്കം ചില ആക്രമണങ്ങൾ നടന്നത് അഫ്ഗാനിസ്ഥാന്റെ പ്രേരണയാണ്, താലിബാന്റെ പ്രേരണയാലാണ് എന്ന് പാകിസ്ഥാന്റെ ആരോപണമുണ്ടായിരുന്നു. ഏതു സാഹചര്യത്തിലാണ് ഈ ആക്രമണം? തിരിച്ചടി പ്രതീക്ഷിക്കണോ പാകിസ്ഥാൻ? ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഷിയ മസ്ജിദിൽ നടന്ന ആക്രമണത്തിൽ 30-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ ബന്നുവിൽ പാക് സൈന്യത്തിന് നേരെയും ആക്രമണമുണ്ടായി, അതിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിർത്തി പ്രദേശങ്ങളിലെ അഫ്ഗാനിസ്ഥാനിലെ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ വ്യോമസേന ആക്രമണം നടത്തുന്നത്. തെഹ്രീക്കെ താലിബാൻ എന്ന ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങളാണ്, 7 കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് അങ്ങനെയല്ല, ജനവാസ മേഖലകളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ്. നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ കൊല്ലപ്പെട്ടു, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു അതിർത്തി പ്രശ്നത്തിലേക്ക് വീണ്ടും വഴിവെക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ സംഘർഷത്തിലേക്ക് നയിച്ചിരുന്നു. ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു. അന്ന് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് പ്രശ്നപരിഹാരമുണ്ടായത്. വീണ്ടും ആ തരത്തിലേക്ക് വെടിനിർത്തലിന് ശേഷം പാകിസ്ഥാൻ അത് ലംഘിക്കുന്നത് വീണ്ടും അത്തരത്തിലേക്ക് സംഘർഷ മേഖലയാക്കി മാറ്റുമോ എന്നുള്ള ആശങ്ക ഉയരുന്നുണ്ട്. ഡോക്ടർ അരുൺകുമാർ. താങ്ക് യു. ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതിർത്തി രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഏത് ചലനവും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്.